ഇത് സാംസങ് ഗാലക്സി S25 പ്ലസ് S25 സീരീസിലെ നടുക്കത്തവൻ. ഏകദേശം 10-20 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് അത്രയും ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കുകയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ തന്നെയായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ദയവായി ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ മാത്രമാണ് വരുന്നത്. എനിവേ 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് നേവി എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഐസി ബ്ലൂ, മിൻറ്റ്, സിൽവർ ഷാഡോ. ഇതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ ഓൺലൈൻ സൈറ്റിൽ എക്സ്ക്ലൂസീവായിട്ട് മറ്റ് 3 കളേഴ്സിലും ലഭ്യമാണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം S24 പ്ലസിൽ നിന്നും S25 പ്ലസിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും ക്യാമറ മൊഡ്യൂൾ കഴിഞ്ഞ വർഷത്തെ Z ഫ്ലിപ്പ് ആൻഡ് ഫോൾഡ് 6 സീരീസിൽ ആ ഒരു ക്യാമറ മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിമിലും ഈ ഒരു ബാക്ക് പാനലും സെയിം S24 പ്ലസിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഗ്ലാസ് ബാക്ക് പാനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർമർ അലൂമിനിയമാണ് ബോഡി ഫ്രെയിം ആയിട്ട് വരുന്നത്. പക്ഷേ ബോഡി തിക്നെസ്സിൻ്റെയും വെയിറ്റിൻ്റെയും കാര്യത്തിൽ ചെറുതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. 7.3 mm ആണ് S25 പ്ലസിൻ്റെ ആ ഒരു ബോഡി തിക്നെസ്. അതുപോലെ തന്നെ 190 ഗ്രാമാണ് ബോഡി വെയിറ്റ് വരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് യഥാക്രമം 7.7 mm 196 ഗ്രാമാണ് വന്നിരുന്നത്. എനിവേ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് 2 നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രീ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം S24 പ്ലസിൽ നിന്നും S25 പ്ലസിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. 6.7 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. LTPO ഡിസ്പ്ലേ ആണ്. അതായത് 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. Quad HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഡ്യൂറബിലിറ്റി ഉള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് കമ്പനി പറയുന്നത്. 513 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ തന്നെ പറയാൻ സാധിക്കും. 2600 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ ഏതൊരു സിറ്റുവേഷനിലും കാര്യങ്ങളും നമുക്ക് വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ S24 അല്ലെങ്കിൽ S24 പ്ലസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഗൾഫിൽ ഇറങ്ങുന്നത് എക്സിനോസ് ആണോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണോ, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണോ ബെറ്റർ, എക്സിനോസ് ആണോ ബെറ്റർ, എവിടെ കിട്ടും സ്നാപ്ഡ്രാഗൺ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തവണ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരേ ഒരു വേരിയൻറ്റ് മാത്രമാണ് ഈ ഒരു S25 സീരീസിൻ്റെ 3 സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Qualcomm Snapdragon 8 Elite 4 Galaxy എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ടാണ് 4 Galaxy എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്മാർട്ട് ഫോണിൽ ഒക്ടാ കോറിൽ 4.32 GHz ക്ലോക്ക് സ്പീഡിലാണ് വരുന്നതെങ്കിൽ ഇതിൽ ഒക്ടാ കോറിൽ 4.47 GHz ക്ലോക്ക് സ്പീഡിലാണ് വരുന്നത്. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് സൈഡ് നമുക്ക് യാതൊരുവിധ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. Adreno 830 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU അതുപോലെ തന്നെ 12GB റാമിൽ 512GB 12GB റാമിൽ 256GB ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. LPDDR5X റാം ടൈപ്പും UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.0 ആണ്. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Wi-Fi 7 ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 18ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ സിം കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു സമയം നമുക്ക് 2 നെറ്റ്വർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ. അതായത് ഒന്നുകിൽ 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് സിം കാർഡ് എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരേ സമയം നമുക്കിതിൽ 3 നെറ്റ്വർക്കുകളും നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ സൈഡ് പറയാനാണെങ്കിൽ
യാതൊരു സംശയത്തിൻ്റെയും കാര്യത്തിൻ്റെ ആവശ്യമില്ല. ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു പവർഫുൾ പെർഫോമൻസ് തന്നെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 UI വരുന്നത് 7.0 ആണ്. എനിവേ 7 വർഷത്തെ സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് അഥവാ ആൻഡ്രോയിഡ് 22 വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുമെന്നാണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. എനിവേ സോഫ്റ്റ്വെയർ സൈഡിൽ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റമാണ്. അതായത് 1 UI 6.0 നിന്ന് നമുക്ക് 7.0 വരുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നൗ ബാർ, നൗ ബ്രീഫ് ഉൾപ്പെടെ അതുപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ പാനൽ, കൺട്രോൾ പാനൽ, ഈവൻ ഐക്കൺസ്, സെറ്റിംഗ്സിൽ വന്നിട്ടുള്ള ആ ഒരു ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു പുതുമ നമുക്ക് യൂസർ ഇൻ്റർഫേസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ AI ഫീച്ചേഴ്സ് ഒത്തിരി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ഓഡിയോ എറേസർ, അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നൊക്കെ സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു നോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒത്തിരി AI ഫീച്ചേഴ്സ്, ഈവൻ ഗൂഗിൾ ജെമിനി ഉൾപ്പെടുന്ന ഒരുപാട് AI ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. AI ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ S25 Ultra ആ ഒരു ചെയ്ത സമയത്ത് നമ്മൾ അതിനോടൊപ്പം പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ AI ഫീച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് തീർച്ചയായും ആ ഒരു വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. ഓവറോൾ സോഫ്റ്റ്വെയർ സൈഡ് പറയാനാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പുതുമ ശരിക്കും നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബാറ്ററി കഴിഞ്ഞ വർഷത്തെ S24 Plusൻ്റെ സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് വരുന്നത്. 4900 mAh ബാറ്ററിയും 45 വാട്ടാണ് മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നമുക്ക് ഒരു 3/4 മണിക്കൂർ ടു 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്നത് കുറച്ചും കൂടി ബാറ്ററി കൺസപ്ഷൻ കുറഞ്ഞ ഒരു പ്രോസസ്സറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഏകദേശം ഒരു ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. മാത്രമല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അൾട്രാസോണിക് ആണ് സെൻസർ വരുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ആക്യുറേറ്റ് എന്നുള്ള രീതിയിൽ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2D ഫേസ് ലോക്ക് ആണ് വരുന്നത്. ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൾ ഓഫ് ഡ്യൂട്ടി ആണ് ഞാനിതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റോളം ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. പെർഫോമൻസ് സൈഡിൽ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എസ്പെഷ്യലി വല്ല ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 40ഓളം മിനിറ്റ് കളിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വേപ്പർ കൂളിംഗ് ചേംബർ സിസ്റ്റം ഉണ്ട്. പക്ഷേ ചെറുതായിട്ടൊരു വാം ആവുന്ന ഒരു ഫീൽ എനിക്ക് ഇത്രയും സമയം കളിച്ചുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് കൂളാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. ക്യാമറയിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് S24 Plusൽ നിന്ന് S25 Plusലേക്ക് വന്ന സമയത്ത് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഫീൽ ചെയ്യില്ല. പക്ഷേ ഉള്ളൊരു വ്യത്യാസം ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. എനിവേ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസ് വിത്ത് OIS സപ്പോർട്ടോട് കൂടിയുള്ളതും 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് 3x ഒപ്റ്റിക്കൽ സൂമും അപ് ടു 30x ആണ് ഡിജിറ്റൽ സൂം വരുന്നത്. അതിൽ തന്നെ OISഉം സപ്പോർട്ടാണ്. 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ സൂപ്പർബ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഡയലൈറ്റ് ഫോട്ടോസൊക്കെ നല്ല ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ആ ഒരു കളർ പാറ്റേൺ അറിയാം. നമുക്ക് ഇത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ HDR ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വാൾപേപ്പറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ് മാക്രോ ഫോട്ടോ. അത് എടുത്ത് പറയുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കും. എനിവേ
ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഹ്യൂമൻ പോർട്രേറ്റ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ് ടു 30x വരെ നമുക്ക് ആ ഒരു ഡിജിറ്റൽ സൂം വെച്ചിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അൾട്രാ വൈഡ് ഫോട്ടോസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ S24 പ്ലസ്സിൽ നമ്മൾ നൈറ്റ് വീഡിയോഗ്രാഫി എടുക്കുന്ന സമയത്ത് അത്ര ഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരുന്നില്ല നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു മീഡിയം ലൈറ്റ് കണ്ടീഷനാണ് ഞാൻ ഈ ഒരു നൈറ്റ് വീഡിയോഗ്രാഫി ഷൂട്ട് ചെയ്തെങ്കിൽ വലിയ രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് വീഡിയോഗ്രാഫി നമുക്ക് റിയർ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറിയാം കഴിഞ്ഞ വർഷത്തെ സെൽഫി ഫോട്ടോസൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു പൊടിക്കും കൂടി അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡേലൈറ്റ് ഫോട്ടോസൊക്കെ ഗംഭീരമായിട്ട് തന്നെ കാണാൻ സാധിക്കും. HDR ഫോട്ടോസ് എടുത്ത് പറയേണ്ടതാണ്. നല്ല സൂപ്പർബായിട്ടുള്ള HDR ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫിയിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് വീഡിയോ ആണ്. സെൽഫിയിൽ ഈവൻ ഫോർ എക്സാമ്പിൾ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മുമ്പിൽ വെക്കുന്ന സമയത്ത് ചില സ്മാർട്ട് ഫോണിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് പോർട്രേറ്റിൻ്റെ ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ വലിയ രീതിയിൽ കാണാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ ഒരു മാച്ചിങ് ആവാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു S25 സീരീസിലെ ഈ ഒരു 3 സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പോർട്രേറ്റ് വീഡിയോ നല്ല ഗംഭീരമായിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഓവറോൾ ക്യാമറ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് കാണാൻ സാധിച്ചിട്ടുള്ളത്. ക്യാമറയെ പറ്റി പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോ വീഡിയോ മോഡിൽ നമുക്കിതിൽ ലോഗ് പ്രൊഫൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അതായത് പ്രൊഫഷണലി വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളുകൾ മിക്ക ആളുകളും ലോഗ് പ്രൊഫൈലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അതിനുശേഷം വേണ്ട രീതിയിലുള്ള കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ വീഡിയോസ് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു ലോഗ് പ്രൊഫൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 8K 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ HDR പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 8K വീഡിയോ ഫുട്ടേജ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. 4K 60 ഫ്രെയിംസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഉച്ച സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ കഴിഞ്ഞ വർഷത്തെ S24 പ്ലസിനെ അപേക്ഷിച്ചിട്ട് വലിയ രീതിയിലുള്ള മാറ്റം എനിക്ക് ഈ ഒരു വീഡിയോഗ്രാഫിയിൽ ഫീൽ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സാംസങ്ങിൻ്റെ HDR പെർഫോമൻസ് ഭയങ്കര സൂപ്പർ ബ്യൂട്ടിഫുൾ ആണ്. ഇവൻ ആ ഒരു സ്കൈൻ്റെ ലുക്കും അതുപോലെ തന്നെ ഇവൻ നമ്മുടെ ഫേസിലൊക്കെ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ബ്രൈറ്റ് സിറ്റുവേഷനിൽ പോലും. സോ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ ഒഫീഷ്യലി വരുന്നത് 12GB + 256GB 3814 ഖത്തറിയാൽ. ഏകദേശം ഇന്ത്യയുടെ 92,000 ആണ് പ്രൈസ് വരുന്നത്. ഇന്ത്യയിൽ സെയിം വേരിയന്റ് 99,999 റുപ്പീസ്, അതായത് 1,00,000 രൂപ കുറവെന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ 12GB + 512GB ആണെങ്കിൽ 4,349 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഈ ഒരു മാർച്ച് 31 വരെ നിലവിലെ ഖത്തറിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് 256GB പ്രൈസിൽ നിങ്ങൾക്ക് 512GB വേരിയൻറ്റ് ലഭിക്കുമെന്നതാണ്. ഇനി അതല്ല 512GB വേണ്ടാത്തവർക്ക് ആ ഒരു 256GB പ്രൈസിനോടൊപ്പം തന്നെ ഗാലക്സി ബഡ്സ് 3 ലഭിക്കുന്നതാണ്. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഗാലക്സി S25 അത്ര ചെറിയ സൈസ് വേണ്ടാത്തവർക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സപ്പോർട്ട് ഉള്ളവർക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്കും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം തന്നെ S25 അൾട്രയുടെ ആ ഒരു അത്ര വലിയ ബജറ്റ് കയ്യിലില്ലാത്തവർക്കും തീർച്ചയായിട്ടും പരിഗണിക്കാം. കാരണം പെർഫോമൻസ് സൈഡിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ വർഷത്തെ പോലെ എക്സിനോസ്, സ്നാപ്ഡ്രാഗൺ അങ്ങനെ വേരിയൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരൊറ്റ വേരിയൻറ്റിലായതുകൊണ്ട് തന്നെ സെയിം പെർഫോമൻസ് തന്നെ നമുക്ക് 3 സ്മാർട്ട് ഫോണിലും പെർഫോമൻസ് വൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു ഗാലക്സി S25 എന്നത്. ഇനിയും എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് ദയവേത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയം കാര്യങ്ങളുള്ളവർക്ക്
ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.